അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്മോൺ ഐലൻഡിൽ വന്നു കഴിയുമ്പോഴത്തേന് നമുക്കിത് ഇങ്ങനൊരു സംഭവമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 സ്പാർട്ടൻസ് ഒക്കെ നിൽപ്പുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഗ്രീക്ക് മിത്തോളജി ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗ്രീക്ക് മിത്തോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് മുന്നോട്ട് അത് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ആദ്യം തന്നെ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫ്ലൈറ്റിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് ഓപ്പൺ ചെയ്യില്ല നമ്മൾ. അപ്പോൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവരൊരു പുതിയ സൗണ്ട് എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ. അപ്പോൾ അങ്ങനെ മാപ്പിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും ഇവന്റുകൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ 4 ഇടത്താണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് യാസ്നയിൽ വരുന്നുണ്ട്, മിൽട്ടയിൽ വരുന്നുണ്ട്, പിന്നെ റൂയിൻസിൽ വരുന്നുണ്ട്, പിന്നെ ഫെറി പിയറിലാണ് വരുന്നത് കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും വലിയ, അതായത് ഈ 4 ഇവന്റുകളിൽ ഏറ്റവും വലിയ ഇവന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂയിൻസിലാണ്. കാരണം നല്ല സ്പേസ് ഉണ്ട്, ഒരുപാട് പേർക്ക് നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. യാസ്നയിലൊക്കെ നോക്കുവാണെങ്കിൽ ഇതിന്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ ഈ ഏരിയനെ പറയുന്നത് സേക്രഡ് ഫയർ സോൺ എന്നാണ്. കാരണം നമ്മൾ സാധാരണ സെന്റർ തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ലൂട്ട് എടുക്കാൻ വേണ്ടി തുറക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനെ പറയുന്നത് സേക്രഡ് ഫയർ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ല സ്പേസ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, യാസ്നയ അല്ലെങ്കിൽ ഫെറി പിയറിലൊന്നും ഇത്ര ഇല്ല. അപ്പം ഇവിടെ നല്ല ഇടയുണ്ട് ഇവിടെ നിന്ന് കളിക്കാൻ. കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു വന്നു കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞ് ഇവിടെ ആയിരിക്കും കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സേക്രഡ് ഫയർ ഇല്ലേ, അത് ഇതാണ്. നമ്മളിവിടെ വന്നിട്ട് ചലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ മേളിലൊരു തീ പോലെ വരും, ഒരു കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ടാവും കേട്ടോ. അതായത് ഒരു 1 മിനിറ്റിന് ഒരു കൗണ്ട് ഡൗൺ കാണും. ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ റീകോളിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇവിടെ ബാഗിൽ നമ്മൾ റീകോൾ കാർഡ് ഉണ്ടോ എന്ന് നോക്കി, റീകോൾ കാർഡ് കണ്ടില്ല. പിന്നെ റീകോളിന്റെ എന്തെങ്കിലും സംഭവം ഇവിടെ ഉണ്ടോ എന്ന് നോക്കി. മാപ്പിലാണെങ്കിൽ റീകോൾ ടവർ കാണിക്കുന്നുണ്ട്, പക്ഷേ റീകോൾ എങ്ങനെയാണെന്നോ അതിന്റെ റീകോൾ സിസ്റ്റം എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് ഇതുവരെ ഒരു പിടിയില്ല. കാരണം ബീറ്റാ വെർഷൻ ഇനി വരാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ വെർഷൻ റിലീസ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് കൺഫേംഡ് ആയിട്ട് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഷീൽഡ് പോലെ ഒരു നീല കളറൊക്കെ ഉണ്ടോ, അത് ശരിക്കും ഇവിടെ അല്ല വരുന്നത്, ബഗ്ഗായിരിക്കും, ബീറ്റാ വെർഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകില്ലേ, ഇതിന്റെ ചുറ്റിനുമായിരിക്കും ഒരു ചതുരത്തിൽ ആ ഒരു ഷീൽഡ് വരുന്നത്. അപ്പോൾ ഇതിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഏരിയ വിട്ട് ഇറങ്ങിയെന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഏരിയ വിട്ട് വന്നാൽ പിന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെന്നിട്ട് ഒന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഇതിനെ പറയുന്നതാണ് പ്രോമിത്തിയസ് ട്രയൽ എന്ന് കേട്ടോ. ഇതിൽ നമുക്ക് അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഈ ഇത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കൗണ്ട് ഡൗൺ ഉണ്ടല്ലോ, ഈ ടൈം മുഴുവൻ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആ ഷീൽഡിനുള്ളിൽ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പെട്ടിയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്.